മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട സാധ്യതാ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. അപ്പൊ നോക്കിയാലോ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. സൂചനകളും കഥയുടെ ആശയം, ആഖ്യാന രീതി, സമകാലിക പ്രസക്തി എന്നിവയും പരിഗണിച്ച് ചിത്രകാരി എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പൊ ചിത്രകാരി എന്ന് പറയുന്ന ഷഹിനായിക്ക് എഴുതിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് അല്ലെ. ഈ പാഠഭാഗത്തിന്റെ ആസ്വാദനം തയ്യാറാക്കേണ്ട ചോദ്യമാണ്. അപ്പൊ 7 മാർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, ഇത്തരം ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കാൻ ചോദിക്കാറുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ, ചിത്രകാരിയെ കുറിച്ച്, കഥയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് 7 മാർക്കിന്റെ ഉത്തരമായി നമ്മൾ ആസ്വാദന കുറിപ്പിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് ടീച്ചർ പറയാൻ പോകുന്നത്. എന്താണ് ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മളൊരു നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യത്തെ എന്ത് ചെയ്യാണ്, മനോഹരമായ ഭാഷയിൽ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെ, നമ്മൾ മനോഹരമായ ഭാഷയിൽ എഴുതി അവതരിപ്പിക്കുന്നതിനാണ് നമുക്ക് അനുഭവപ്പെട്ടതിന് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതായത് നമ്മൾ ഇത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ കൃതി വായിച്ച സമയത്ത് എന്താണ് ഈ ഒരു കൃതിയുടെ ആശയം, കൃതി എന്താണ് നമ്മളോട് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താണ് അവിടെ വരിക, കൃതിയുടെ ആശയമാണ്. അപ്പൊ ആശയം നിർബന്ധമായിട്ടും എവിടെ ഉണ്ടാവണം, ആസ്വാദന കുറിപ്പിൽ ഉണ്ടാവണം. രണ്ടാമത്തെ എന്താണ്, നമ്മളിത് വായിച്ച സമയത്ത് നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്, അതായത് നമുക്ക് എന്ത് അനുഭവപ്പെട്ടു എന്നുള്ളതും എന്തിൽ വേണം, ആസ്വാദന കുറിപ്പിൽ വേണം. മൂന്നാമത്തെ എന്താണ്, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അതിന്റെ ഭാഷയും അല്ലെ അവതരണമൊക്കെയാണ് നമ്മളെ അത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഭാഷയും അവതരണവും അതേപോലെ തന്നെ എന്താണ് അതിന്റെ ആശയവും അല്ലെ, നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭൂതിയും ഒക്കെ എന്തിൽ എഴുതണം, നമ്മൾ ആസ്വാദന കുറിപ്പിൽ എഴുതണം. ഓക്കെ. അപ്പൊ ആസ്വാദന കുറിപ്പ് വെറുതെ നമുക്ക് ഈ ഫീൽ ചെയ്ത കാര്യങ്ങൾ വെറുതെ അങ്ങ് എഴുതി വെക്കുകയല്ല, അതിനൊരു ഘടനയുണ്ട്. അപ്പൊ ആസ്വാദന കുറിപ്പിന് മാത്രമല്ല, നമ്മൾ 7 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ, ഇപ്പൊ മുഖപ്രസംഗമാണെങ്കിലും പ്രസംഗമാണെങ്കിലും കഥാപാത്ര നിരൂപണമാണെങ്കിലും ഒക്കെ എന്താണ്, അതിനൊക്കെ ഓരോ ഘടനയുണ്ട്. അപ്പൊ ഇവിടെ ആസ്വാദന കുറിപ്പിന്റെ ഘടന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, അതായത് നമുക്ക് അല്ലെ 3 ഭാഗമായിട്ട് നമ്മൾ അതിന് ഇത്രയും കാര്യങ്ങൾ ആസ്വാദന കുറിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് എന്താണ്, നമ്മൾ അല്ലെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ അതിന് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ആസ്വാദന കുറിപ്പിന്റെ ഉള്ളിൽ വേണ്ടതാണ്. ആശയം വേണം, പ്രയോഗ ഭംഗി വേണം, പദങ്ങൾ തമ്മിലുള്ള ചേർച്ച, ബന്ധത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കണം, സ്വാഭിപ്രായം, നമ്മൾക്കത് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിരീക്ഷണങ്ങള് ആ തലക്കെട്ടിന്റെ അല്ലെ പ്രത്യേകത, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സൂചിപ്പിക്കണം അല്ലെ. അത് കൂടാതെ നമ്മൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ആസ്വാദന കുറിപ്പിന്റെ ഉള്ളിൽ വേണ്ടതാണ്. കൂടാതെ നമ്മൾ ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്താണ്, ആദ്യം നമ്മൾ എന്ത് എഴുതണം, അതിനൊരു തുടക്കം എന്ന് പറയുന്ന സമയത്ത് ഒരു ആമുഖം എഴുതണം, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം അല്ലെ. ഈ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, കൃതി ഏതാണ്, കൃതി രചിച്ചത് ആരാണ്, എന്തിനെ കുറിച്ചാണ് ഈ കൃതിയിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കഥയിൽ അല്ലെ, ചിത്രകാരി എന്ന് പറയുന്ന കഥയിൽ എന്താണ്, സ്ത്രീകൾ, കലാകാരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ്, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, സമകാലികമായിട്ട് നമ്മൾ കാണുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ തന്നെയാണ് ഈ ഒരു കഥ ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ആരാ എഴുതിയ, ഷഹിനായിക്ക് എഴുതിയിട്ടുള്ള അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ കഥയാണ് എന്നൊക്കെ നമ്മൾ എന്തിൽ എഴുതണം, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആശയം, ടീച്ചർ പറഞ്ഞില്ലേ ഇവിടെ ആശയം, അതായത് കഥയാണോ കവിതയാണോ എന്താണോ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തരുന്നത്, ആ ഒരു കൃതിയുടെ മുഴുവൻ ആശയം, ഓരോ വരിയായിട്ടുള്ളതല്ല, മൊത്തത്തിലുള്ള ആശയം എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം അല്ലെ. പ്രധാനപ്പെട്ട ആശയങ്ങള്, എന്താണ് ഈ ഒരു കഥ നൽകുന്ന സന്ദേശം അല്ലെ, അത് വായനക്കാരിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുന്നു, വായനക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ആശയത്തെ നമ്മൾ വിശദീകരിച്ച് എഴുതണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാഷയും അവതരണമാണ് അല്ലെ. ലളിതമായിട്ടുള്ള പദങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. പിന്നെ എന്താണ്, ഉപസംഹാരമാണ്. ടീച്ചർ പറഞ്ഞില്ലേ, നമ്മുടെ നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ എഴുതണം എന്ന് പറഞ്ഞില്ലേ. അത് അവസാനത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ഈ നിരീക്ഷണങ്ങൾ, ഈ ഉപസംഹാരത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ നിരീക്ഷണങ്ങൾ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അതിൽ സ്വന്തം വിലയിരുത്തൽ, സമകാലികമായിട്ട് ഈ കഥ എത്രത്തോളം പ്രസക്തമായിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരേണ്ടത്, നമ്മൾ അവസാനത്തെ പാരഗ്രാഫിലാണ് വരേണ്ടത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം പ്രഭാഷണമാണ് അല്ലെ. പ്രഭാഷണത്തിന് ഇവിടെ തന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത്, അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രക്കാരൻ, അയ്യോ വേണ്ട എന്റെ പൊന്നുംകുടങ്ങളെ, കൊത്തണ്ട,
ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. ഏത് പാഠഭാഗമാണ്? ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന വയലാർ വാസുദേവൻ പിള്ള എഴുതിയിട്ടുള്ള നാടകമാണ് അല്ലെ. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ദ്രോഹം ദോഷത്തെ നീക്കിടാ സ്നേഹം നീക്കിടും ഓർക്ക നീ. ആരുടെയാണ്? ആശാന്റെ വരികളാണ് അല്ലെ. ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് എന്നുള്ള അർത്ഥമാണ്. തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിലെ ആശയവും സമകാലിക യുദ്ധ സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് എന്താണ്? ലോക ജീവിതം സമാധാനപൂർണമാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഇപ്പൊ എന്താണ് ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രഭാഷണം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രഭാഷണത്തെ മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തുടക്കമാണ് അല്ലെ. അതായത് പ്രഭാഷണം നമ്മൾ വേദിയിട്ട് ആളുകളോട് സംവദിക്കുന്ന രീതിയിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മാന്യരെ, ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഒരു അഭിസംബോധന പദം അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ പേര് പറയുമ്പോൾ ഉദാഹരണം അല്ലെ, എന്താ പറയാ, ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ. ഇപ്പൊ സ്കൂളിലാണ് ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ട ചോദ്യം വന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെ പല രീതി. ഇപ്പൊ കലക്ടർ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആരാണോ വേദിയിലുള്ളത് അവരെ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്ട് രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പ്രഭാഷണം തുടങ്ങേണ്ടത്. അവരെ ഒന്ന് നമ്മൾ അഭിസംബോധന ചെയ്യണം. പിന്നെ ആളുകളെ അല്ലെ. പിന്നെ സ്കൂൾ അസംബ്ലിയിലാണ് പ്രഭാഷണം നടത്തുന്നതെങ്കിൽ പ്രധാന അധ്യാപകൻ, അധ്യാപകർ, സഹപാഠികൾ തുടങ്ങിയവരെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. മാന്യ സദസ്സിന് വന്ദനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എന്ത് ചെയ്യാം? ചില അല്ലെ പ്രഭാഷണങ്ങൾ നമുക്ക് നടത്താവുന്നതാണ്. തുടർന്ന് പ്രഭാഷണത്തിന്റെ ഉപക്രമമാണ്. ഉപക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തുടർച്ചയാണ് അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അവിടെയാണ് ഒരു പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. തുടർന്ന് ഉപക്രമത്തിൽ എന്ത് ചെയ്യണം? പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്രമീകരിച്ച് അല്ലെ ഓരോ വിഷയത്തെ. ഇപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോക ജീവിതം സമാധാനപൂർണമാക്കാം, യുദ്ധത്തിനെതിരെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സമകാലികമായിട്ടുള്ള സംഭവങ്ങളെ കൊണ്ടുവരാം അല്ലെ. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഏത് യുദ്ധം ആര് ചെയ്തു കഴിഞ്ഞാലും യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്ന രാജാവായാലും ആരായാലും എന്താണ്? അത് വിനാശമാണ് അല്ലെ, നാശമാണ് വിതയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് പല അല്ലെ ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും അതിനെ. പല 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 പാരഗ്രാഫുകളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ പോയിന്റിനെ വിശദീകരിച്ച് എഴുതാം അല്ലെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വാക്കുകൾ വളരെ ലളിതമായിരിക്കണം. ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കാൻ ആളുകളോട് പറയുന്നതാണ് അല്ലെ. അപ്പൊ ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ ചെറിയ കഥാസൂചനകള്, വരികള് അല്ലെ, കോട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചേർക്കാൻ നമുക്ക്. ഉപസംഹാരം എന്നത് പ്രഭാഷണം അവസാനിപ്പിക്കുന്ന അല്ലെ പാരഗ്രാഫാണ്. ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാരഗ്രാഫുകൾ ഖണ്ഡിക തിരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആമുഖം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ മനോഹരമായ രീതിയിൽ എന്താണ്? നമുക്ക് ആസ്വാദനക്കുറിപ്പും പ്രഭാഷണവും തയ്യാറാക്കാം. 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. മിസ്സായി പോകരുത്. അടിപൊളിയായിട്ട് പഠിച്ചോളാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇതേപോലെ ആവശ്യമാണ് എങ്കിൽ വേഗം കമന്റ് ചെയ്യുക. ടീച്ചർ എത്രയും പെട്ടെന്ന് എന്തായിരിക്കും നിങ്ങളുടെ ആവശ്യാനുസരണം വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.